തൃശൂരിൽ കെ മുരളീധരൻ ഉന്നയിച്ച ആരോപണത്തിന് തുടർ വാർത്ത എന്ന രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സാഹചര്യം തൃശൂരിൽ നിന്ന് ഈ മണിക്കൂറുകൾ പുറത്തു വരുന്നുണ്ട്. അത് രസകരമാവുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പ്രചരണ ബോർഡാണ്. ആ ബോർഡിൽ CPM-ന്റെ മുൻ MP കൂടിയായ ഇന്നസെന്റിന്റെ ചിത്രം കൂടി ആ പോസ്റ്ററിലുണ്ട് എന്നതാണ് സാഹചര്യം. പൊതുവേദിയിൽ ഇത്തരം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ആർക്ക് എന്നതാണ് ഉയരുന്ന ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പല വിവാദങ്ങളും മാറി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത് വരുന്നത്. എല്ലാത്തിനും അപ്പുറം സൗഹൃദം എന്നതാണ് അതിന്റെ ആ പോസ്റ്ററിലെ ഒരു തലക്കെട്ട്. അതായത് സിനിമാ രംഗത്ത് ഒന്നിച്ച് പ്രവർത്തിച്ച രണ്ടുപേരാവാം, അതിൽ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രചരണ സാധ്യതയായി കൊണ്ടുവരുമ്പോൾ അത് തൃശ്ശൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രവുമല്ല, ഈ ഇന്നസെന്റ് ഇരിങ്ങാലക്കുടക്കാരനാണെങ്കിലും അതൊരു തൃശ്ശൂരിന്റെ പുത്രനാണല്ലോ. അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി അതൊക്കെയാണ് സിനിമയിൽ ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. തൃശ്ശൂർ എന്ന പ്രദേശത്തെ അവിടെ സിനിമാ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് ഇന്നസെന്റിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. അത് പണ്ട് മുതലുള്ള രാഷ്ട്രീയമാണ്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നസെന്റ് വരികയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് അടക്കമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ ബോർഡും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. റൈറ്റ്. എന്തായാലും ഇത് NDA തന്നെ വെച്ചതാണ് എന്ന് വേണം നമുക്ക് അല്ലെ. ഒന്നാമത് തെരഞ്ഞെടുപ്പ് കാലമാണ്. പല രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്തരത്തിലുള്ള ഫ്ലെക്സുകളും ഒക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ചിത്രം കാണുമ്പോൾ ഇത് ഒരു ഫേക്കായ ഒന്നായി നമുക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. ആകാൻ വഴിയില്ല. ഇത് കൃത്യമായൊരു പോസ്റ്റർ തന്നെയാണ്. അതിന് കൃത്യമായ ഉദ്ദേശവുമുണ്ട്. അതിലെ വാക്കുകളും അല്ലെ. അതായത് സൗഹൃദമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ തന്നെ BJP രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത്, മറിച്ച് സുരേഷ് ഗോപിയെ നിങ്ങൾ MP ആക്കേണ്ടത് രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ടാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് BJP. ഇത് കെ മുരളീധരന് അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്ക് ഒന്നുകൂടി ശക്തി പകരുന്നതാണ് ഈ ഫ്ലെക്സ് എന്ന് വേണം. അതാണ് അതായത് CPM-ന്റെ ലേബലിൽ CPM-ന് വേണ്ടി മത്സരിച്ച ഇന്നസെന്റ്, അങ്ങനെയാണ് ഇന്നസെന്റ് പാർലമെന്റിലേക്ക് എത്തുന്നത്. ഇന്നസെന്റ് പിന്നീട് സുരേഷ് ഗോപിയെ കുറിച്ച് അടക്കമൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും